ചിലപ്പോൾ പലരും ഇങ്ങനെ ഈ പ്രാർത്ഥനക്കാരുടെ അടുത്ത് പോകുന്നു, സന്ദേശം ചോദിക്കുന്നു. കാരണം രാവിലെ ഈശോ അവർക്ക് എഴുത്തയച്ചിട്ടുണ്ടേ, ഓരോരുത്തരെ കുറിച്ചുള്ള മെസ്സേജ്, അത് വായിക്കുന്നു. എന്നിട്ട് ആ സന്ദേശം ശരിയായില്ല, അത് തെറ്റിപ്പോയി, ഇത് ദൈവം തന്നെയല്ലേ പറഞ്ഞത്, ഇങ്ങനെ തുടങ്ങി ആകപ്പാടെ പ്രശ്നങ്ങളാണ്. അങ്ങനെ ഒരു കുടുംബത്തെ ഞാൻ കുറെ നാളുകൾക്ക് മുമ്പ് പരിചയപ്പെട്ടപ്പോൾ അവരിങ്ങനെ ആപ്പാടെ വിഷമിച്ചിരിക്കുകയാണ്. അവരൊരു പ്രാർത്ഥനക്കാരുടെ അടുത്തെങ്ങാണ്ട് പോയി അവരേതാണ്ട് ദർശനത്തിൽ കണ്ടു, അത് പറഞ്ഞു കൊടുത്തു, പക്ഷെ നടന്നില്ല. അപ്പൊ പിന്നെ അവർക്ക് സംശയം, ഇത് ദൈവം ഇങ്ങനെയൊക്കെ, ദൈവം കള്ളത്തരം പറയോ, ഇങ്ങനെ ദൈവം പറയുന്ന കാര്യങ്ങൾ നടക്കണ്ടേ. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ പള്ളിയിലൊക്കെ പോകുന്നവരാണോ? അയ്യോ കൊള്ളാം, പിതാവിനും അറിയാമല്ലോ, ഞങ്ങൾ പള്ളിയിലൊക്കെ പോകും. പിന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹമൊക്കെ ആണോ? സ്നേഹത്തിന് കുറവൊന്നുമില്ല. മക്കളെയൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ടോ? എന്നോ ചോദ്യാ. പിള്ളേരെയൊക്കെ പിതാവിന് അറിയാവുന്നതല്ലേ, ഞങ്ങൾ നന്നായിട്ടൊക്കെയാണ് ജീവിക്കുന്നത്. അത്യാവശ്യത്തിന് സമ്പത്തും കാര്യങ്ങളൊക്കെ ഉണ്ടോ? അത്യാവശ്യത്തിനൊക്കെ ഉണ്ട്. എന്നാ പിന്നെ ഞായറാഴ്ച കുർബാനയ്ക്കൊക്കെ പോയി ദൈവത്തിന് നന്ദിയും പറഞ്ഞ് സമാധാനമായിട്ട് അങ്ങ് ജീവിച്ചാൽ പോരെ? എന്തിനാ ഈ സന്ദേശവും തിരക്കി അവിടെ ഇവിടെയെല്ലാം പോകുന്നേ? പരവേശ, പ്രിയപ്പെട്ടവരെ, പരവേശ. എന്റെ കൊച്ചു പരീക്ഷ എഴുതുക, അവൾ ജയിക്കുകയോ ഇല്ലയോ? ദൈവം കണിയാനാണോ? കണിയാനല്ല, അവൻ ചിലപ്പോൾ തോക്കും. ചിലർ ഈ പള്ളികൾ മുഴുവൻ നടക്കുക. എന്നാ, ഏത് പള്ളി പോയാലാണോ നമ്മുടെ കാര്യം നടക്കുക, ഏത് ധ്യാനകേന്ദ്രത്തിൽ പോയാലാണോ കാര്യം നടക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പരവേശം പിടിച്ച് നടക്കുക. നിങ്ങൾക്ക് പരിശുദ്ധ കുർബാന കിട്ടുന്നില്ലേ? ഉണ്ട്. ആ കുർബാന എന്തുവാ? കർത്താവ് ഈശോ മിശിഹായ ഇതിൽ കൂടുതൽ എന്നതാ കിട്ടാനുള്ളത്?